കോടതി മുറിക്ക് പുറത്തെത്തിയതും കാശിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ശ്രീയുടേതായിരുന്നത്. എന്താടാ അവിടെ? ഹരവ് പോലും പറയാൻ നിൽക്കാതെ ശ്രീ ചോദിച്ചു. എന്താവാൻ, നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ അവന് റിമാൻഡിൽ വിട്ടു. ഇനി 14 ദിവസം കഴിഞ്ഞ് അടുത്ത ഹിയറിംഗ്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. അവന്റെ വക്കീലിന് വെറുതെ കിടന്ന് കുറച്ച് വെള്ളം കുടിക്കാന്നല്ലാതെ എല്ലാ തെളിവും അവനെതിരാ. ആ മോനെ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടണം. വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ജന്തു. ശ്രീ ദേഷ്യത്തോടെ പറഞ്ഞു. അതിനല്ലേടാ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് അവൻ അതിനെ അത്താക്കിയത്. അല്ല അതൊക്കെ കിടന്നിട്ട് നിന്റെ പെണ്ണുകാളിൽ എന്താ കളിയാണ്? ഞാനിതൊരു എത്തിയില്ലടാ അവിടെ. എത്തിയെന്ന് തോന്നുന്നു, ഞാൻ എല്ലാം കേട്ട് വിളിക്കാം. അത്രയും പറഞ്ഞാൽ കോൾ വെച്ചു. കിച്ചുവും ആളും വൈഷുവും ബാക്കിയുള്ളവരും അവനടുത്തേക്ക് അപ്പോഴേക്കും വന്നു. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരി തന്നെയായിരുന്നു. ശ്രീ ആയിരുന്നോ? ആടാ അവനാ. ഇവിടെ എന്തായെന്ന് അറിയാതെ അവന് സമാധാനം കിട്ടൂല. കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു. അപ്പോഴാണ് പോലീസ് ജീപ്പിലേക്ക് കയറ്റാനായി കൊണ്ടുപോകുന്ന റാമും പോലീസുകാരും അവർക്കെതിരെ നടന്നു വരുന്ന കാണുന്നത്. ആ കോടതി മുറ്റത്ത് വിലങ്ങണിയിച്ച കൈകളുമായി അവൻ അവസാനമായി കണ്ടു മടങ്ങുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസമായിരുന്നു. ഒരിക്കലും അവരെ വിശ്വസിച്ചു പോയി എന്ന ഒറ്റ കാരണത്താൽ ഉണ്ടായ നഷ്ടങ്ങളൊന്നും ചെറുതല്ല. എന്റെ കാശിയോട് പോലും താൻ. കിച്ചുവിന്റെ മനസ്സ് കഴിഞ്ഞുപോയ കാര്യങ്ങളോർത്ത് അസ്വസ്ഥമാവാൻ തുടങ്ങി. അവന്റെ മുഖത്തെ മാറ്റം മനസ്സിലാക്കി അടുത്തിരുന്ന കാശി അവനെ ചേർത്ത് പിടിച്ചു. അവന്റെ കൈകളിലേക്ക് കൈ ചേർത്ത് പിടിക്കുമ്പോൾ ഇന്നുവരെ സംഭവിച്ചതിനെല്ലാം അവൻ മൗനമായി ക്ഷമ ചോദിക്കുകയായിരുന്നു. ഇനിയൊരു റാമും തങ്ങളുടെ ഇടയിലേക്ക് വരില്ലെന്ന് സ്വയം ഉറപ്പു നൽകുകയായിരുന്നു. ഒരിക്കൽ താനായി നഷ്ടപ്പെടുത്തിയ സൗഹൃദം ഇപ്പൊ തനിക്കരികിലുണ്ട്. ഇനിയൊരു നഷ്ടപ്പെടലോ വേർപിരിയലോ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ജ്വാല ഒരു നഷ്ടമാണ്. എന്നാൽ അവൾ ഒരിക്കലും തന്റെ യഥാർത്ഥ പ്രണയമായിരുന്നില്ല. കാശിയോടുള്ള വാശിയിൽ നേടിയെടുത്തായിരുന്നു അവളുടെ പ്രണയം. പക്ഷെ സ്നേഹിച്ചിരുന്ന അവൾ യഥാർത്ഥ പ്രണയത്തിന് മധുരം നുകരുന്ന ഇപ്പോഴാണ്. എന്നെ അത്രമേൽ സ്നേഹിച്ചവൾക്കൊപ്പമാണ്. അപ്പോഴേക്ക് അവരുടെ കാർ കാശിയുടെ വീണുമ്പിൽ എത്തിയിരുന്നു. കോടതിയിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ കിച്ചു ആകെ അസ്വസ്ഥനായിരുന്നു. അതവന്റെ മുഖം എടുത്തു കാട്ടി. കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. വീട്ടിലെത്തുമ്പോൾ സിദ്ധുവിന്റെ ബൈക്കും പുറത്തുണ്ടായിരുന്നു. അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി അകത്തോട്ട് ചെന്നേ കണ്ടു. എന്തിനോ വേണ്ടി അടികൂടുന്ന അക്കുവിനെ അവിയെ സിദ്ധു അവരുടെ ഇടയിൽ പെട്ടിരിപ്പുണ്ട്. ഞങ്ങളെ കണ്ടതേ അവൻ മാളൂന്ന് വിളിച്ച് അവിടെ അടുത്തോട്ട് വിട്ടു. രണ്ടും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താണോ? കുറച്ച് കഴിഞ്ഞതും വൈഷ് അവളുടെ വീട്ടിലേക്ക് പോയി. ഒരുത്തൻ അവൾ പോയ വഴിയെ നോക്കി നെടുവേർപ്പെടുന്നുണ്ടായിരുന്നു. ഇനി അവൾ തിരിച്ചിങ്ങോട്ട് വരുന്നവരെ ഇത് തന്നെയായിരിക്കും പണി. അങ്ങനെ അവൻ്റെ ഒപ്പം ചെന്നിരിക്കുമ്പോഴാണ് ശ്രീ വിളിക്കുന്നത്. മോനെ ശ്രീകുട്ട. കാശി നീട്ടിയൊരു ഈണത്തിൽ വിളിച്ചു. പറ, എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? കാശി സോഫയിൽ കിച്ചിൻ്റെ അടുത്ത് നിന്നോട് ചോദിച്ചു. കിച്ചി അവനോട് ഫോണിൽ ലൗഡ് സ്പീക്കർ ഇടാൻ പറഞ്ഞു. അവനത് ചെയ്തു. വല്ല നടക്കുവോ? കിച്ചു ചിരിയോടെ ശ്രീയോട് ചോദിച്ചു. ആവോ, പക്ഷെ വീട്ടുകാർക്കൊക്കെ എന്നെ ബോധിച്ചെന്ന് തോന്നുന്നു. നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറി. അവരുടെ തീരുമാനം വിളിച്ചറിയിക്കാന്നാ പറഞ്ഞു. ശ്രീ നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അല്ല അവളെന്ത് പറഞ്ഞു? നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? കാശി ഇടയ്ക്കൽ ചോദിച്ചു. അവളുടെ പാർട്ട്ണറിൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ കല്യാണം എന്ന ഫാക്ടർ ഞങ്ങൾക്കിടയിൽ വരുവാണെങ്കിൽ അവൾക്ക് ഞാനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് ടൈം വേണം, ലൈക്ക് ഡേറ്റിംഗ്. എന്തായാലും എൻ്റെ ഫാൻറ്റസി അനുസരിച്ചുള്ള ആൾ തന്നെ കിട്ടിയല്ലോ. ഐ ആം സോ ഹാപ്പി. ശ്രീയുടെ വാക്കിൽ നിന്ന് തന്നെ അവർക്ക് അവൻ്റെ സന്തോഷം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. വി ടു ഹാപ്പി ഫോർ യു. രണ്ടുപേരും ഒരേ സ്വരത്തിൽ അവന് മറുപടി കൊടുത്തു. പ്രകൃതിയിൽ പലതും നശ്വരമാണ്. അതൊരു വട്ടവും തെളിയിച്ചുകൊണ്ട് ഋതുക്കൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ പലരുടെയും ജീവിതത്തിൽ പലതും സംഭവിച്ചു. 2 വർഷങ്ങൾക്കിപ്പുറം ശ്രീയുടെ കല്യാണമാണ്. എല്ലാവരും ശ്രീയുടെ വീട്ടിലാണ്. ഒരു ചെറിയ ബാച്ചിലേഴ്സ് പാർട്ടി. ടെറസിൽ അടിച്ചുപൂസായി കിടന്നിറങ്ങുന്നവരെല്ലാം നോക്കി അക്കു കഴുത്തടവിക്കൊണ്ട് പിറുവിറുത്തു. രാത്രി എങ്ങനെയാണോ ബോധമുള്ളപ്പോൾ അവരെ കണ്ടത് അതേ പൊസിഷനിൽ തന്നെയാണ് എല്ലാവരുടെയും കിടത്ത്. സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെയാണ് അന്തരീക്ഷം മൊത്തം ഇളം ചൂട് പരന്നു തുടങ്ങുന്നത്. പെൺപിള്ളേര് സെറ്റ് മൊത്തം ചുരുണ്ടുകൂടിയൊരു മൂലക്കാണ് കിടത്തം. പലരുടെയും കാലും തലയൊക്കെ മറ്റുള്ളവരുടെ പുറത്താണ്. അക്കുവിന് ഓരോ പോസ് കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ ആ ഓരോ നല്ല മുഹൂർത്തങ്ങളും ഫോണിൽ പകർത്തി. അവൻ അവയ്ക്കൊരു ചവിട്ട് കൊടുത്തു. എന്നാൽ ആ ചവിട്ടിന്റെ എഫക്റ്റ് കിട്ടിയത് അടുത്ത് കിടന്ന വൈഷുവിന് കൂടിയായിരുന്നു. വൈഷു പെട്ടെന്ന് ചാടി ഇരുന്നിട്ട് അക്കുവിനെ നോക്കി. സിദ്ധുവിനെ വിളിയടാ, എനിക്കൊരെണ്ണം കൊണ്ടുവരാൻ പറയടാ. വൈഷു കണ്ടുപോലും തുറക്കാൻ കഴിയാതെ അക്കുവിന്റെ നേരെ ദയനീയമായി പറഞ്ഞുകൊണ്ടിരുന്നു. സിദ്ധു തെണ്ടി സിഗ്ഗുതാടാ നാറി എന്ന് വൈഷു അലറിയിരുന്നു. അടുത്തിരുന്ന് തലയിനെടുത്ത് അവി വൈഷുവിന് നേരെ എറിഞ്ഞു. അക്കുവിനെ ആര് വിളിച്ചിട്ട് എഴുന്നേൽക്കാതിൽ ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. എല്ലാത്തിനോടും മര്യാദക്ക് എണീറ്റ് പോയിക്കോളാൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും വീഡിയോ വൈറലാക്കും പറഞ്ഞേക്കാം. അതും പറഞ്ഞ് കുറച്ചധികം ദേഷ്യത്തോടെ അവൻ താഴോട്ട് ഇറങ്ങിപ്പോയി. അവന് കുടിക്കാൻ കൊടുക്കാതിന്റെ ദേഷ്യം കാണുമായിരിക്കും. അവൻ പോയ വഴിയെ നോക്കി അവി പുച്ഛത്തോടെ പറഞ്ഞു. ചുമ്മാതല്ല, രാവിലെ തന്നെ അവൻ ഇത്ര ജാട. കിച്ചു തലചോറിന് പതിയെ തലമുക്കിയോട് പറഞ്ഞു. ഇനി ഈ ശവങ്ങളൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കണ്ട. ഭാഗീരഥ പ്രയത്നം പുല്ല്. ഇന്നലെ രാത്രി എല്ലാണും കുപ്പിയാമിടുത്ത് കണ്ടപ്പോഴേ തോന്നിയതായിരുന്നു ഇതെന്റെ തലയിൽ തന്നെ വരുന്നു. കിച്ചേട്ടാ നോക്കിയേ, ബാച്ചിലേഴ്സ് പാർട്ടി തന്ന് വടിയെ കിടക്കുന്ന മണവാളിനെ. 4-5 ദിവസം കൂടെ കഴിഞ്ഞാൽ കുടുംബിനാവാനുള്ളതാ. എന്നിട്ട് കിടക്കുന്ന കിടപ്പേണ്ട. ഒരു ഫോട്ടോ എടുത്ത് ചേച്ചിക്ക് അയച്ചു കൊടുത്താലോ? അവി ആവേശത്തോടെ പറഞ്ഞു. വീടടി അവി, പാവം അവന് വിട്ടേ. നീ വന്നേ, നമുക്ക് എല്ലാത്തിനെയും പൊക്കാം. നാളെ ഓണായിട്ട് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യാനുള്ളതാ. ഇങ്ങനെ പോയാൽ നിങ്ങൾ ഇപ്പോഴൊന്നും എണീക്കില്ല. കിച്ചു അത് പറഞ്ഞു തലയും ചൊറിഞ്ഞുകൊണ്ട് അവി അവന്റെ പിന്നാലെ ചെന്നു. കിച്ചുവിന്റെ വീട്ടിലാണ് ഈ വർഷത്തെ ഓണാഘോഷം. അതുകൊണ്ട് എല്ലാവരും കിച്ചുവിന്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ ഭാര്യയും ഭർത്താവും വീട്ടിലില്ലായിരുന്നു.
കിച്ചുവിന്റെ അച്ഛനെയും അമ്മയും കൂട്ടി അവരെല്ലാവരും അമ്പലത്തിൽ പോയി. കിച്ചുവും വൈഷു അമ്പലത്തിലെത്തിക്കൊള്ളാന്ന് അവർ വിളിച്ചു പറഞ്ഞു. കുറച്ച് വൈകിയാണെങ്കിലും കിച്ചുവും വൈഷു അമ്പലത്തിലേക്ക് എത്തി. അവർ തൊഴുത് വേഗം ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ചെന്നു. ഡാ മക്കളെ, എന്തായി കാര്യം? കിച്ചുവിന്റെ അമ്മ അവരോട് രണ്ടാളും കൂടി കാര്യം തിരക്കി. ബാക്കിയുള്ളവർക്ക് അറിയേണ്ടത് തന്നെയാണ്. വൈഷുവിന് ഇന്നലെ മുതൽ ഛർദിയും തളർച്ചയായിരുന്നു. കുടിച്ചതിന്റെ ഹാങ് ഓവറാണെന്ന് കരുതിയെന്നെങ്കിലും തീരെ വയ്യാതായപ്പോൾ ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. ഇന്ന് ചെക്കപ്പ് റിപ്പോർട്ട് വാങ്ങാനാണ് അവർ പോയത്. അത് കുടിച്ചതിൻ്റെ ഒന്നല്ലമ്മേ, കിച്ചു ചെറിയ എല്ലാവരെയും നോക്കി പറഞ്ഞു. ന്യൂ മെമ്മറീസ് കമ്മിങ്. കിച്ചു അത് പറഞ്ഞു. മാളു അവയും കൂടെ പരിസരം മറന്ന് അലറി. ആളുകളെല്ലാം തങ്ങളെ ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും വേഗം അമ്പലം വിട്ട് പുറത്തേക്ക് ഇറങ്ങി. കിച്ചുവിന്റെ ഭാഗം ചെലവ് വേണം കേട്ടോ, മാളു കിച്ചുവിനെ നോക്കി ആഹ്ലാദത്തോടെ പറഞ്ഞു. ആ, ചെലവ് കിട്ടിയേ പറ്റൂ. ഏറ്റുപിടിക്കാൻ ബാക്കി ടീംസും. ഇപ്പുറത്തെ സൈഡിൽ കാശിയും ശ്രീയൊക്കെ വൈശുവിന്റെ ആരോഗ്യത്തെപ്പറ്റി തിരക്കിക്കൊണ്ടിരുന്നു. അപ്പൊ എങ്ങനെ കിച്ചു ഏട്ടാ, കുപ്പി ഏട്ടന്റെ വകയല്ലേ? സിദ്ധു വിളിച്ചുകൊണ്ട് പറഞ്ഞു. കാശിയുടെ അടുത്ത് വന്ന് തോളിലൂടെ കൈയിട്ടു. കുപ്പി നമ്മൾ പൊക്കിയിട്ട് വരാം, നീ ഇവരൊക്കെ വീട്ടിലെത്തിച്ചേ. സിദ്ധുവിനോട് പറഞ്ഞു. കാശി ബുള്ളറ്റിക്ക് കിച്ചുവിന്റെ നേരെ എറിഞ്ഞു. കിച്ചു മുണ്ടും മടക്കി കുത്തി അവിടെ ആ പഴയ പേടകത്തിൽ കയറി. പിന്നാലെ കാശി. ആ, വണ്ടി എടുക്കടാ. കാശി കിച്ചുവിന്റെ കഴുത്തിലൂടെ കയറ്റുകൊണ്ട് പറഞ്ഞു. കിച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പറപ്പിച്ചു. അവരിരുവരെയും നോക്കുന്ന മാളുവിന്റെ അടുത്തേക്ക് വൈഷു നീങ്ങി നിന്നു. അവരുടെ ആ പഴയ കോളേജ് കാലം തിരിച്ചു വന്ന പോലെ. യു മിസ്ഡ് ഇറ്റ് റൈറ്റ്? നിനക്ക് അന്ന് കാണാതെ പോയത് ഇനി കാണാം. വൈഷു അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. യാ, ഐ ആം നോട്ട് ഗോണ മിസ് ഇറ്റ് എനിമോർ. കാശിനാഥന്മാരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. They choose to be together and they will be the beloved's beloved one. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.